എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഡയമണ്ട് ട്രാവൽസിൻ്റെ കൂടെ ബാംഗ്ലൂർ ടു എറണാകുളം ട്രിപ്പാണ്. എല്ലാവരും കണ്ട് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് രാത്രി 8:05 ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യും. രാവിലെ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് 8:30 എറണാകുളത്ത് എത്തിച്ചേരുന്ന വിധത്തിലാണ് ഈ ബസ്സിൻ്റെ ട്രിപ്പ്. ഇത് നല്ല സബ്സ്ക്രൈബ് യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെയാണ്. ഈ ഫ്ലൈ ഓവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ഏറ്റവും നീളമേറിയ ഫ്ലൈ ഓവറാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതിമനോഹരമായ ലൈറ്റപ്പൊക്കെ ഇട്ട് ബാംഗ്ലൂർ കിടക്കുന്ന കാണാൻ എന്ത് മനോഹരമായിരിക്കുന്നു. ഇതിപ്പോൾ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന പാതയാണ്. എന്നാലും ടൗൺ വിട്ടിട്ടില്ല. എന്ത് ബ്യൂട്ടിയായിട്ട് കിടക്കുന്നു. താഴേക്കടെ പോകുന്ന വണ്ടികൾ, വെളിയിലൂടെ നിൽക്കുന്ന നമ്മളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന അമ്പരശുംബികളായ കെട്ടിടങ്ങൾ, അതിൽ തിളഞ്ഞു കിടക്കുന്ന ലൈറ്റുകൾ ഇതൊക്കെ കാണുമ്പം അതിമനോഹരമായി എനിക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കണം അല്ലല്ലോ അല്ലേ? ഇതൊക്കെ രാത്രിയിൽ കാണുന്നതിലും അതിമനോഹരമായിരിക്കുമ്പോൾ പകൽ ഇത് കാണും. അത് ബ്യൂട്ടിഫുള്ളായിരിക്കും ബസ്സിലിങ്ങനെ പോകുമ്പോൾ. പക്ഷേ നമുക്ക് പകലുള്ള വണ്ടി കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ രാത്രി പോകുന്നത് മാത്രം. അപ്പോൾ എപ്പോഴെങ്കിലും പകൽ ഞാൻ ഇതുവഴി വരികയാണെങ്കിൽ ഞാൻ വീഡിയോ ഉറപ്പായിട്ടും എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം.
അങ്ങനെ പാതിരാത്രിയായപ്പോൾ നമ്മൾ തമിഴ്നാട് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി തമിഴ്നാട്ടിലെ ഇരുട്ടിൽ നിറഞ്ഞ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ വണ്ടിയുടെ ഒരു മെയിൻ പിക്ചർ എടുക്കുന്നത്. വണ്ടി എനിക്ക് അതീവമായി ഇഷ്ടപ്പെട്ടു. വൈറ്റ് കളറ്, അത്യാവശ്യം ഗ്രേഡൊക്കെ ഇട്ട് സൂപ്പർ ഒരു വണ്ടി. നന്നായിട്ടുണ്ട് വണ്ടി. എങ്ങനെയുണ്ട് വണ്ടി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വണ്ടി ഒരു ഓപ്പോസിറ്റും കൂടി ഉണ്ട്, അതും സെയിം കളർ തന്നെയാണ്. സൂപ്പറായിട്ട് യാത്രകൾ തുടരും. ഗുഡ് നൈറ്റ്, ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ കേരളത്തിലോട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് കേരളത്തിൽ ആസ്വദിക്കാം. രാവിലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തന്നെ പാലക്കാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ബസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു ഒന്നൊന്നര ഫീലാണ്. ഒരുപാടുണ്ട് പാലക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയൊക്കെ ഈ വണ്ടി ഇങ്ങനെ പറന്ന് പോകുമ്പോൾ 80-ൽ പോകുമ്പോൾ വാവ്, ഒരുപാട് എന്നാ ഫീലാന്ന് നോക്കിക്കേ. ബസ്സൊക്കെ കിടക്കുന്നുണ്ടല്ലേ, ലൈറ്റൊക്കെ കത്തിച്ച്. അങ്ങനെ എക്സ്പെക്റ്റേഷൻ ചെയ്യാൻ പറ്റുമോ?
അപ്പോൾ ഇപ്പോൾ നമ്മൾ കുതിരാൻ ടണലിലേക്ക് ജോയിൻ്റ് ആകും. ഈ ടണലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റുകളുടെ അതിർത്തിയാണ്. പിന്നെ ഇത് കൊച്ചി സേലം ഹൈവേയുടെ മെയിനായിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഒരുപാട് നാളുകളെടുത്ത് ഇതിൻ്റെ അകത്തേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നാ ഫീലിംഗ് ആണെന്നറിയില്ല. നല്ല ഇരുട്ട്, ലൈറ്റൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന കാണാൻ എന്നാ മനോഹരം. നമുക്കൊന്നും ഫീലിംഗാണ്. ഇതൊക്കെ ഒരു രസമല്ലേ? നിങ്ങളിങ്ങനെ യാത്ര ചെയ്യും, നിങ്ങളിങ്ങനെ യാത്രകൾ ആസ്വദിക്കും. ഒരുപാട് കാഴ്ചകൾ ലോകങ്ങളിലുണ്ട്. പാലക്കാട് വിട്ട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി തൃശ്ശൂർ എറണാകുളം നമുക്ക് കണ്ടങ്ങ് പോകാം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് പാർട്ടൊന്നും എടുക്കാൻ പറ്റില്ല. ഉറക്കം വന്നത് കൊണ്ട് ഉറങ്ങിയല്ലേ പറ്റുള്ളൂ. എന്നാലേ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ചുമ്മാ വന്ന് എടുത്തതാണ്. ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇടുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെയൊക്കെ ഒരു ഇതുണ്ടെങ്കിലല്ലേ നമുക്കൊക്കെ ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് പുതിയ വീഡിയോസും പുതിയ കാര്യങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടേതായ ഒരു ആശയത്തിൽ നമുക്ക് ചിന്തിക്കാനും പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് യാത്രകൾ ചെയ്യുക. വീട്ടിൽ അടച്ചിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഐ മൈ എൻജോയ് ഒരു നൊസ്റ്റാൾജിയ. അങ്ങനെ ഉറക്കം എഴുന്നേറ്റപ്പോഴത്തേനും എന്താ കൊച്ചിയിൽ വന്ന് ആടിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. യാത്രകൾ തുടരും.
ഡ്രൈവ് ആൻഡ് ട്രാവൽസിൻ്റെ ക്രൂ ഒക്കെ അടിപൊളിയായിരുന്നു. ക്രൂവിനെ കുറിച്ച് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വണ്ടി ഓടിച്ച് നമ്മൾ ഉറക്കമൊളിച്ചിരുന്ന് അവരിലേ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൂവിനെ കുറിച്ച് പറയുന്നത്. ഒരു 3 പേരുണ്ടായിരുന്നു. 3 പേരും നല്ല ആൾക്കാരാണ്, നല്ല കമ്മ്യൂണിക്കേഷനാണ്. ഒരലമ്പോ ഒരു ഇതോ ഇല്ല. നമുക്കിപ്പോൾ ഗേൾസ് ആണെങ്കിൽ സൂപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. നല്ല ഇതുണ്ട്, നല്ല കെയറിങ് ഉണ്ട്, സൂപ്പറാണ്. നമുക്ക് ട്രിപ്പ് ആസ്വദിക്കാം, അതാണ് ഇതിൽ മെയിൻ. അങ്ങനെ 8:25 ആയപ്പോഴത്തേനും നമ്മൾ വൈറ്റില ഹബ്ബിൽ എത്തിയിരിക്കുകയാണ്. വാവ്, എന്നാ മനോഹരമായ യാത്ര!